നമ്മുടെ ഫ്ലോറിലെ ഒരു അതിഥി വരാൻ പോവാണ്. ഒരുപാട് നല്ല കവിതകൾ നമുക്ക് സമ്മാനിച്ച, ഒരുപാട് നല്ല സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ രചിച്ച ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലോറിൽ ഇപ്പൊ മുരുകൻ സാറ് വന്നു പോയി. അതുപോലെ വന്ന സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തൊരു പേരായിരുന്നു അനിലേട്ടന്റെ, അനിൽ പനച്ചൂരൻ. ചേട്ടന്റെ പേര് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ആ ഒരു പ്രസൻസ് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വേണം എന്ന് തോന്നി. അപ്പോൾ അനിലേട്ടന്റെ പത്നി പ്രിയതമ ഇന്ന് നമ്മുടെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. മായ ചേച്ചി, വെൽക്കം ചെയ്യട്ടെ. ഞാൻ മായ ചേച്ചി ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, ഞങ്ങള് ഈ ഒരു ഫ്ലോറിൽ ഇങ്ങനെ അനിലേട്ടന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ഷാനിക്കയുടെ പാട്ട് ചെയ്തിട്ടുണ്ട് ജിമിക്ക് കമ്പനി. എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹിറ്റ് തന്ന ഒരാളാണ് അനിലേട്ടൻ. അതെ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചേച്ചി ഇപ്പൊ സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ലോ പഠിച്ചിട്ടുണ്ട്, ഡാൻസർ ആണ്. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയ വിവാഹം കൂടെ ആണെന്ന് ഞാൻ അറിഞ്ഞു. ആദ്യം കണ്ടപ്പോ ദേഷ്യം തോന്നിയെങ്കിലും സംസാരിച്ച് തുടങ്ങിയപ്പോ പ്രണയം തോന്നിയതാണ് അനിലേട്ടനോടൊന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി, അതൊന്ന് പറയാമോ? ഞാൻ നേരത്തെ കുഞ്ഞിലെ തൊട്ടേ കവിതയൊക്കെ വായിക്കുന്ന ആളാണ്. കാരണം അച്ഛൻ കവിത എഴുതും. അപ്പൊ പുസ്തകം വായിക്കണം എന്ന് അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം കവിതകളൊക്കെ ശ്രദ്ധിക്കും, വായിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ബന്ധു അനുഷന്റെ ഒരു കവിത ചൊല്ലാനിടയായി. ഞങ്ങളൊരു കല്യാണത്തിന് വെച്ച് കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാനന്ന് 10th പഠിക്കുകയാണ്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇതേ ഒരു കവിത എനിക്കൊരു ദിവസം വെറുതെ ചൊല്ലിത്തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കവിത ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കവിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് എനിക്കത് ക്ലിക്കായി. അപ്പൊ ഞാനത് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ കാരണം ഞാൻ നാട്ടിൽ എൻ്റെ അമ്മ വീട് മാവേലിക്കര. അപ്പൊ അവിടെ ഒരു ഗ്രാമത്തിൽ വെച്ച് കേട്ടതാണ്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അത് കേട്ടപ്പം ഒരു സന്തോഷമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കവിയെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു, അത് കേൾക്കാൻ വഴിയില്ല, കാരണം എന്നെ തിരുവനന്തപുരംകാരി എന്നുള്ള നിലയ്ക്കാണ് എൻ്റെ ഫ്രണ്ട്സിന് അറിയാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ കവിത കേൾക്കുന്നതെന്ന് ആൾക്ക് തന്നെ ഒരു അതിശയമായിരുന്നു. പറഞ്ഞു, എൻ്റെ കൂടെ ലോ കോളേജിൽ ലോ അക്കാഡമിയിൽ പഠിക്കുകയാണ് അനിൽ പനച്ചൂരൻ. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയപ്പെടുത്തി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ആള് പരിചയപ്പെടുത്തിയപ്പം ഞങ്ങളാണ് പെട്ടെന്ന് കൂട്ടായത്. ഒന്നാമത് ഈ അനുഷന്റെ കവിതകൾ ഈ ഫ്രണ്ടിന് അറിയാവുന്ന കേട്ടതോടുകൂടി പിന്നെ ഈ ഫ്രണ്ടിനെ എപ്പോൾ കണ്ടാലും ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ അപ്പൊ തന്നെ അനുഷന്റെ കവിത ചൊല്ലിത്തരാൻ പറയും. ഓ, അങ്ങനെ. അപ്പൊ ആള് തന്നെ അനുഷേട്ടനോടും തിരിച്ച് അതേപോലെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഭയങ്കര ഫാനുണ്ട്, എപ്പോഴും ഇങ്ങനെ സംസാരിക്കും, കവിത ചൊല്ലാൻ പറയും, പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുചേട്ടനും അത് സന്തോഷമായി. അങ്ങനെ മിണ്ടിയപ്പോഴേക്കാളെന്തോ അപ്പൊ ആൾക്ക് ഞാൻ പിന്നെ മ്യൂസിക് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാടത്തൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഞാൻ പാടുന്നില്ല. ഞാൻ മ്യൂസിക് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പാടില്ല, നന്നായിട്ടില്ല, ചെറുതായിട്ട്. അപ്പൊ ആക്ച്വലി ഞാൻ പാടും എന്നൊക്കെ വെച്ചിട്ടാണ് അനുചേട്ടന് എന്നോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയത്. അപ്പൊ അനുചേട്ടൻ സംഗീതം പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ സംഗീതം പഠിച്ച ആളായത് കൊണ്ട് ഭയങ്കര കാര്യം ആയിരിക്കും, അനുചേട്ടൻ നല്ല ഗുണം ചെയ്യുന്ന വെച്ചിട്ടാണ് അനുചേട്ടൻ ആക്ച്വലി എന്നെ പ്രേമിച്ചത്. അതെ, പക്ഷെ പിന്നെ അനുചേട്ടന് മനസ്സിലായി. എങ്ങനെ അനിലേട്ടൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് കവിതയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് കവിത എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഷാനിക്ക ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഞാൻ അനിലേട്ടനെ ഫസ്റ്റ് കാണുന്നത് കോഫി ടൈം റോഡിന്റെ സമയത്താണ്. നമ്മുടെ പലവട്ടം ഒക്കെ ഉണ്ടായിരുന്ന ആൽബത്തില് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി അത് കമ്പോസ് ചെയ്ത സമയത്ത് ഈ മാഷാ അല്ലാഹ് ഇവളൊരു സുന്ദരിയൊന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ചുമ്മാ വെറുതെ ഒരു ഹുക്ക് ലൈൻ എഴുതി വെച്ചിട്ട് വിനീതാണ് എന്നോട് പറയുന്നത്, എടാ അനിൽ പനച്ചൂരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഏത് കാലത്താണെന്ന് ഓർക്കണം, അന്തക്കാലത്ത് അനിൽ പനച്ചൂരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമുക്ക് പുള്ളിയെ വിളിക്കാം, അദ്ദേഹം എഴുതട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പം അതിലുള്ള മിക്ക പാട്ടുകളും വിനീ തന്നെയാണ് എഴുതിയത്. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു പാട്ട് മാത്രമാണ് വേറൊരു ആൾ എഴുതുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞു, അല്ലാട്ടെ ഇങ്ങനെ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ വെറുതെ ഒരു ഹുക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, മാഷാ അല്ലേ, എന്തിനാണിത്, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ വിചാരിച്ചു അത് ഒരു ലിറിസിസ്റ്റിന്റെ ഫ്രീഡമാണ്, വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് ലാസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട്
ഇത് അവസാനം എഴുതി വന്നിട്ട് പുള്ളിക്ക് മാഷാള്ള നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞാൽ പോലും അത് മാറ്റണ്ട എന്നുള്ളൊരു അവസ്ഥയിലും ഇത് പാടി നടക്കാം. നമ്മള് ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു ഇത് പാടി ഇങ്ങനെ നടക്കായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദേഷ്യക്കാരനാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ വളരെ ഈസിയാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. എൻ്റെ കയ്യിൽ ഇപ്പോഴും അനിലേട്ടൻ ജിമിക്കി കമ്മൽ എഴുതിയത് ഷീറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് പിന്നെ വരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതും കൂടി കൊണ്ടുവന്നേനെ ആക്ച്വലി ഇങ്ങോട്ടേക്ക്. അല്ല, ജിമ്മിക്ക് കമ്മൽ ഹിറ്റായ സമയം അനിലേട്ടന്റെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ നോർമലായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ ഉള്ളൂ ആൾക്ക്. പിന്നെ അനുശേഷന്റെ ഒരു സോങ് ഇങ്ങനെ വേൾഡ് വൈഡ് ആളുകൾ പാടണം എന്ന് അനുശേഷന്റെ ഒരു ആഗ്രഹമായിരുന്നു. ശരിക്കും നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സോങ് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. ആ സമയത്ത് എന്താ ഗംഗ്നം സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അപ്പം മോന് അവന്റെ അച്ഛൻ ഇങ്ങനെ കവിത എഴുതുന്നു, സിനിമയിൽ പാട്ടെഴുതുന്ന ആളാന്നോ ഒന്നും അറിയില്ല. അവൻ നോക്കുമ്പോ ഫുൾ ടൈം അച്ഛൻ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ പറയും, അമ്മ ഫ്രണ്ട്സിനോടൊക്കെ പറയും, അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, അച്ഛൻ വെറുതെ വീട്ടിൽ ഇരിക്കുക. അപ്പൊ ഇവന്റെ കൂട്ടുകാരാണ് ഇവനോട് ജിമിക്കി കമ്മൽ എഴുതിയത് അവന്റെ അച്ഛനാണെന്ന് പറയുന്നത്. അപ്പം അവന്റെ അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. ഇവന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതേപോലെ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉള്ള കുട്ടികൾ എൻ്റെ പാട്ടും പാടണം ഇതേപോലെ എന്നിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് അതിന് തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അത് ഷാനക്കയിലൂടെ അതൊരു കൂട്ടായ്മ, എല്ലാരും കൂടെ ഒന്നിച്ച് വന്നപ്പോഴേക്കും ആ പാട്ട് എന്തോ അതങ്ങനെ ആയി. ശരത് സർ, എനിക്ക് അനിലിനെ അറിയാവുന്ന ഞങ്ങൾ ആദ്യം കാണുന്ന ഒരു ഫംഗ്ഷനിലാണ്. അപ്പൊ അവിടെ നമ്മൾ കുറെ സംസാരിച്ചു. അനിലിനെ കാണുമ്പോൾ നമുക്കൊരു വില്ലൻ ലുക്കാണല്ലോ, സീരിയസ് ആയിട്ട്. ഞാനൊക്കെ വരച്ച് എന്നെ അടിക്കുമെന്ന്. പക്ഷെ നല്ല മനുഷ്യനാണ് കേട്ടോ സംസാരിക്കുമ്പോഴേ. അപ്പൊ അദ്ദേഹം ഈ സ്റ്റേജിൽ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ, എന്താണ്, വരികളുടെ മുകളിലല്ല സംഗതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് പനച്ചൂരാനേ എനിക്ക് വലിച്ചൂരാൻ തോന്നിയിരുന്നു. അത് ചിരിച്ചു കുറെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2-3 വട്ടമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടു, പിന്നെ ഈ ഫംഗ്ഷന്, പിന്നെ വേറെ. പക്ഷെ കുറച്ച് ഇരുന്ന് സംസാരിച്ചപ്പോഴും ആ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. കാണുന്നത് പോലെ അല്ല അനിൽ. അത്ര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ്. നമ്മൾ പ്രത്യേകിച്ച് നല്ല സ്നേഹവും. ഞങ്ങളൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഭക്തിഗാനം. അറിയാമോ? അറിയാം. ഏതാ? ഓംകാരസാരം. അതെ. എവിടാണ് വർക്ക് ചെയ്യുന്നത് മായ? ഡാൻസ് സ്കൂൾ അടുത്താണ്, ഒരു 4 ബ്രാഞ്ചസ് ഉണ്ട്. വലിയ വിപുലമായിട്ടാണ് സംഭവം. അല്ല, എവിടാണ് മെയിൻ? അനുജന്റെ കുടുംബ വീട് കായംകുളമാണ്. ഞാൻ അവിടെ തന്നെയാണ്. എത്ര കുട്ടികളുണ്ട് അവിടെ പഠിക്കുന്ന? ഒരു 10-75 പേരുണ്ട്. ചേട്ടാ, അനിലേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങള് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം മാത്രം വിളക്കുമരം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ആ പാട്ട് ഇറങ്ങിയില്ല. അതില് എന്തോ സഞ്ജീവ് തോമസ് ആയിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ, ഗിറ്റാറിസ്റ്റ്. അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്തു. അതേമായിട്ട് കുറെ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഭയങ്കര തമാശയും ഒരു ബഹളമായിരുന്നു അന്ന്. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഇപ്പോഴും ആ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ ഇങ്ങനെ 2 സൈഡിലായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ അധികം വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എനിക്ക്. എന്നാലും കുറെ നല്ല മൊമെന്റ്സ് ഒരൊറ്റ ദിവസമാണെങ്കിലും എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വേദിയിൽ ചേച്ചിയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അനിലേട്ടനെ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ ചേച്ചിക്ക്? എല്ലാ കവിതയും ഇഷ്ടമാണ്. പാർവതി എന്നുള്ള കവിത. അതിന്റെ ദൈവം, അത് വേണ്ട, അത് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ട്. പാർവതി എന്ന് പറഞ്ഞ കവിത, അതാണ് ഇഷ്ടപ്പെട്ടത്. മായ കവിത കുറെ വായിക്കുന്ന ആളല്ലേ, അപ്പൊ എന്തൊക്കെയാലും ചൊല്ലുമല്ലോ. 4 പേര് ചൊല്ലാം. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാൻ. ഒരു മധുരമായി എന്നും ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാൻ. താങ്ക് യു മായ ചേച്ചി.
പിന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, നമ്മള് മുരുകൻ സാർ വന്നപ്പോ പറഞ്ഞില്ലേ അനിലേട്ടൻ ഒരു സിനിമ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ പാട്ടുകൾ പാട്ട് ഞാൻ പാടിയില്ലെങ്കിൽ നീ പാടും എന്നുള്ളൊരു കാര്യം മെൻഷൻ. ആ സിനിമയുടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? സിനിമ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ വർക്കൊക്കെ ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങിയതായിരുന്നു. മുൻനിര ഒരു സംവിധായകൻ ആ സമയത്ത് വീട്ടിൽ വന്നപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. കാരണം ഇപ്പോൾ ഒരാൾ, ഞാൻ ആ സമയത്ത് ആരെങ്കിലും ഞാൻ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുത്തില്ലെങ്കിൽ പോലും പെട്ടെന്ന് ഞാൻ അപ്സെറ്റ് ആവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയിട്ടില്ല. കാരണം ഇൻ കേസ് അവര് തിരക്കിൽ ഫോൺ എടുക്കാതിരുന്നാൽ എനിക്ക് വിഷമമായാലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ എന്നെ ഇങ്ങനെ കുറച്ചൊരു 2 വർഷത്തോളം ഞാൻ എന്നെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോവാൻ അപ്പൊ പറ്റിയിട്ടില്ല. പക്ഷെ ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നില്ലേ ഇപ്പൊ ചേട്ടന്റെ ആ ഒരു പ്രസൻസ് പോയപ്പോഴും മക്കളെ ചേർത്ത് നിർത്തി അത്രയും സ്ട്രോങ് ആയിട്ട് ചേച്ചി ഇവിടെ വരെ എത്തിയില്ല. അത് തന്നെ വലിയ കാര്യം. താങ്ക് യു സോ മച്ച് ചേച്ചി, അനിലേട്ടൻ ആ ഒരു പ്രസൻസ് നമുക്ക് തരാൻ വേണ്ടി ചേച്ചി സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിലേക്ക് വന്നത്. ഇഷ്ടായോ കുറച്ചു നേരം ഇരുന്നപ്പോ? പിന്നെ ഒത്തിരി ഇഷ്ടമായി. എല്ലാരും TV കാണുന്നവരൊക്കെ നേരിട്ട് കണ്ട് പാട്ട് കേൾക്കാൻ പറ്റുമല്ലോ നേരിട്ട്. അതെ. അപ്പോൾ ചേച്ചി വന്ന സ്ഥിതിക്ക് നമ്മുടെ അനിലേട്ടന് കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷേ ചേച്ചി ആ ഒരു പ്രസൻസിന് വേണ്ടി നമ്മുടെ അടുത്ത് വന്നു. പക്ഷെ അനിലേട്ടന് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചേച്ചിയും കൊടുക്കുന്നത്. നമ്മുടെ ഒരു സ്നേഹ ആദരവ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ജഡ്ജസ് 3 പേരും ഒന്ന് ഫ്ലോറിലേക്ക് വരണം. ചേച്ചി താങ്ക് യു സോ മച്ച്. താങ്ക് യു.